ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 1K ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നയനയെ കാണിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി നയനയോട് ചോദിക്കുകയാണ്, മോളെ എന്താ മോളെ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതാണോ, നമ്മുടെ കുടുംബത്തിന് ചേരുന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ഈ ഓപ്പണർ ബാത്തിന്റെ കാര്യമാട്ടോ ചോദിക്കുന്നത്. അപ്പൊ നയന പറഞ്ഞു, അതെന്താ ചേരാത്തത്? നിങ്ങൾ പറയുന്നത് പോലെയേ, നിങ്ങൾ പറഞ്ഞില്ല ഇപ്പം ആദിമ മനുഷ്യരാണ് പണ്ട് തുണിയില്ലാതെ കുളിച്ചോണ്ടിരുന്നത് എന്നൊക്കെ. അങ്ങനെ തുണിയില്ലാതെ കുളിക്കുന്നത് ആദിമ മനുഷ്യരാണെങ്കിൽ ഇപ്പൊ അമേരിക്കയിലും ലണ്ടനിലൊക്കെ ഉള്ളത് ആദിമ മനുഷ്യരായിരിക്കുമല്ലോ. ഇപ്പോഴും നിങ്ങൾ പഴയ 21ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി വിളിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ലക്ഷ്മി അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ആയിരിക്കും. അതിപ്പം നിങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് മാറ്റാനൊന്നും പോകുന്നില്ല. ഇപ്പം പറഞ്ഞല്ലോ, ഞാനൊരു നിഷ്കളങ്ക മനസ്സിനുടമയാണെന്ന്. ആ നിഷ്കളങ്കത കുറച്ച് കൂടിപ്പോയെന്ന് കൂട്ടിക്കോ. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. പിന്നെ ഈ നിൽക്കുന്ന രണ്ടുപേരും കൂടെ വന്നല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരിവി കയറ്റി ഇപ്പം ഇങ്ങനെ എന്നെ ചോദിപ്പിക്കാൻ കാരണമാക്കിയത്. ഇനിയിപ്പോൾ അവരോട് തന്നെ ചോദിക്കുക കാര്യങ്ങളൊക്കെ. ഏതായാലും ഞാനും അർജുനും പണ്ട് മുതലേ കൂട്ടാ. അവനും ഞാനും നല്ല കൂട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഇല്ല. ചെറുപ്പത്തിലെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യായിരുന്നു? ചെറുപ്പത്തിലെ വേറെ ആരും അല്ലായിരുന്നു, അർജുൻ തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അവനോട് കൂടെയുള്ള നിമിഷങ്ങളുണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് മറക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാലോ. പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. മോളും അർജുനും നല്ല കൂട്ടൊക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാണ്. പിന്നെ എന്താ പറഞ്ഞു വരുന്നത്? എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്നോട് മാത്രം പറയാതെ അർജുനോടും കൂടെ ചെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നയനെ അങ്ങ് പോവുക കേട്ടോ ചെയ്യുന്നത്. നയനെ അവിടെയും പിടിക്കൂല ഇവിടെയും പിടിക്കൂലാത്തൊരവസ്ഥയാണ്. ആര് പറയുന്നതും കേൾക്കത്തില്ല. നയനെ പിടിച്ച മുയലിന് 4 കൊമ്പ് 5 കൊമ്പെന്ന ഉള്ള രീതിയിലാണ് നമ്മുടെ നയന നിൽക്കുന്നത്. ഏതായാലും നയനയ്ക്ക് ലക്ഷ്യം എന്ന് പറയുന്ന അർജുൻ തന്നെയാണ്. അർജുനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നയനെ പൊക്കോണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദേനല്ല ഗൗതമിനെയാണ്. അപ്പം ഗൗതം GDPയോട് ചെന്ന എല്ലാ കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്ക് ഇങ്ങനെ ഒരു പുറത്ത് വരെ ഒന്ന് പോകണം, അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ഔട്ടിങ്ങിന് പോകുന്ന കാര്യം നമ്മുടെ നന്ദയോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പം HDP പറയുകയാണ്, HDP ആണ് കേട്ടോ. അപ്പോൾ HDP പറയുകയാണ്, അത് പിന്നെ ഗൗതം ഇപ്പോൾ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ ഗൗതമിന്. ഞാനത് പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ തന്നെയാണ് ഈ ജോലിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ 24 മണിക്കൂറും നമ്മൾ സേവനം ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എങ്ങും പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ലീവ് തരാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതായാലും സാറ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഞാനിനി പോകുന്നില്ല, എനിക്കിനി പോകണ്ട. അല്ല താൻ എന്തിനാ ഇപ്പൊ ലീവ് ചോദിച്ചത്? അതിനോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എനിക്ക് ഫാമിലിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറിയാലോ, ഫാമിലിയായിട്ട് അങ്ങനെയൊന്നും കിട്ടാറില്ലല്ലോ. പെട്ടെന്ന് ഒരു ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണോ? എങ്കിൽ പിന്നെ താൻ ധൈര്യമായിട്ട് പൊക്കോ. ഫാമിലി ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. എങ്കിലും നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പം ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കടോ. അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ സമയവും സന്ദർഭവും ഒന്നും നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് താൻ തൻ്റെ ഭാര്യനെ കൂട്ടി ഒന്ന് കറങ്ങാനൊക്കെ പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ, നന്ദ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്താ പിന്നെ ഗൗതം സാറിനെ ഒന്ന് വിളിച്ചേക്കാന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ ഇങ്ങനെ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഫോൺ വിളിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ആ പ്രൊഫസർ വരുന്നത്. അപ്പം പ്രൊഫസർ വരികയും, പ്രൊഫസർ എന്താ നന്ദ ഇവിടെ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ എന്താ ഇപ്പോൾ ഫോണൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്? അതെ, പരീക്ഷയല്ലേ, പരീക്ഷയ്ക്കിടയിലാണോ ഒരു ഫോൺ കോളൊക്കെ? താൻ എന്താണ് ഒരു മാനേഴ്സ് ഇല്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? താൻ ഒരു ഡോക്ടറാകാൻ പഠിക്കുന്നതല്ലേ, കുറച്ചുകൂടെ ലേശം മാനേഴ്സ് എങ്കിലും സൈഡിൽ കൂടെ പോകണ്ടെന്ന് പറയുമ്പോൾ, അത് പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണമായിരുന്നു. ഹസ്ബൻഡിനെ ഈ സമയത്താണോ വിളിക്കുന്നത്? താൻ ആ ഫോണിങ് തന്നെ. എന്തിനാ സാർ ഞാൻ ഫോൺ തരുന്നത്? തന്നോടാ പറഞ്ഞത് ആ ഫോണിങ് തരാൻ. താനേ പരീക്ഷ എഴുതാദ്യം. അത് പിന്നെ സാർ ഞാൻ പരീക്ഷ ഫുൾ എഴുതിയതാണ്. എല്ലാ ക്വസ്റ്റിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ആൻസറൊക്കെ എഴുതാൻ പറ്റി. പിന്നെ എന്തിനാണ് സാർ ഇപ്പോഴും വീണ്ടും എന്നോട് എക്സാം എഴുതാൻ വീണ്ടും ഞാൻ തിരിച്ചു കയറുന്നത് എന്തിനാണ്? അത് പിന്നെ താൻ പരീക്ഷ എഴുതി എന്നൊക്കെ താനല്ലേ പറയുന്നത്. അതൊക്കെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം.
ഒരിക്കലും ഇത്ര സമയം കൊണ്ടൊന്നും പരീക്ഷ എഴുതാം, ഇത്ര സമയം കൊണ്ടൊന്നും എക്സാം എഴുതാൻ പൂർത്തിയാക്കാനൊന്നും പറ്റില്ല. താനെന്താ റോബോട്ടും അല്ലാണോ? ഏതായാലും എനിക്കിത് ചെക്ക് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവിടുന്ന് വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൊഫസർ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ചു മേടിച്ചു. ആ സമയത്താണ് നമ്മുടെ ഗൗതം വിളിക്കുന്നത്. ഗൗതം വിളിക്കുമ്പോഴത്തേക്കും നന്ദ പറയുന്നുണ്ട്, സാറിൻ്റെ ഹസ്ബൻഡാണ്, പ്ലീസ് ആ ഫോണൊന്ന് എടുത്തിട്ട് കാര്യമൊന്ന് പറയാൻ. വേണ്ട, ഒരു കാര്യവും പറയുന്നില്ല, ഇത് തൻ്റെ പനിഷ്മെൻ്റ് ആണെന്ന് കൂട്ടിക്കോ. തന്നെ മാറ്റിയെടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിന് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം താൻ എന്താണെന്നോ ചെയ്യേണ്ടത്? ഒരു ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ ഓപ്പറേഷനിൽ പോയിട്ട് ഒന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് നിന്നിട്ട് താൻ എല്ലാം കണ്ടൊന്ന് പഠിക്കുക. ആദ്യം അത് ചെയ്യുക. ഇത് എൻ്റെ ഒരു ചെറിയൊരു പനിഷ്മെൻ്റ് ആയിട്ട് താൻ കണ്ടാൽ മതി. തൻ്റെ പേപ്പറൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അല്ല, താന് ഇപ്പം ഇവിടെ MBBS പഠിക്കാൻ വന്നൊരു സ്റ്റുഡൻ്റ് അല്ലേ, അല്ലാതെ ഇവിടെ വെറുതെ കളിച്ച് നടക്കാൻ വന്നാലല്ലോ. ഈ MBBS സ്റ്റുഡൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ ജോലിയോടുള്ള ആത്മാർത്ഥതയും വേണം. അല്ലാതെ ഒന്നും ഒരിക്കലും ഒരു ഡോക്ടർ ആകാൻ ആർക്കും കഴിയില്ല. അല്ലാതെ ഈ രോഗികളെ പരിശോധിക്കുകയും ഈ ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിന്റെ സ്ഥാനത്ത് എല്ലാവരും നമ്മളെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളും അവർക്കൊരു സ്ഥാനം കൊടുക്കണം. അപ്പം പിന്നെ പേഷ്യൻസിനെ അതുപോലെ നോക്കണം. നമ്മുടെ കുടുംബം മാറ്റി വെക്കേണ്ടവരും എല്ലാം മാറ്റി വെക്കേണ്ടവരും. അതുകൊണ്ട് തന്നോടാ പറഞ്ഞത് പോകാനെന്ന് പറഞ്ഞു. ഏതായാലും എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ നന്ദയ്ക്ക് തോന്നിയത്. നന്ദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എന്തിനാ ഈ പ്രൊഫസർ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഗൗതം ഫോൺ വിളിയോ എവിടെന്ന് നമ്മുടെ നന്ദ എടുക്കുന്നില്ലല്ലോ. ഗൗതമിനാണെങ്കിൽ കാലി വന്നിട്ട് ഇത് എന്താ ഇവള് ഫോൺ എടുക്കാത്തത്, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ദേഷ്യപ്പെടാണ് കേട്ടോ. അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിനെയും അർജുനെയാണ്. അപ്പം അർജുൻ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മി വന്ന് അടുത്ത് ഇരുന്നിട്ട് ഫുഡ് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ തുടങ്ങുമ്പോൾ, ഹേയ് വേണ്ട, ഞാൻ എടുത്തോളാം അമ്മായി എന്നിങ്ങനെ പറയുക. അതെന്താ മോനെടുക്കുന്നത്? ഞാനെടുത്ത് തന്നാൽ എന്താ? അതെ, ഒരു പട്ടാളക്കാരനെ കൊണ്ട് തന്നെ ചോറെടുപ്പിച്ചെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രാജ്യദ്രോഹമായിട്ട് കണക്കിലാക്കും കേട്ടോ എന്ന് പറയുമ്പോൾ, പട്ടാളക്കാരൊക്കെ അങ്ങ് ഇവിടെ ഇപ്പം ഞാൻ ആരാ? അമ്മായിയുടെ മോനെ പോലെ തന്നെയല്ലേ, മോൻ്റെ സ്ഥാനമല്ലേ? അതൊക്കെ ശരിയാ, എങ്കിൽ പിന്നെ ഞാനിത് തന്നെ വിളമ്പി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോനെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇപ്പം പറഞ്ഞില്ലേ നീ എൻ്റെ മോൻ്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് ഞാൻ പറയുക, മോനിത് പറയുമ്പോൾ എന്ത് തോന്നുന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ നയനിയുമായിട്ടുള്ള ആ ഓവർ അറ്റാച്ച്മെന്റ് അതങ്ങ് അവസാനിപ്പിച്ചുകൂടെ? അത് ചിലപ്പോൾ പിങ്കിക്ക് വളരെ വിഷമാകുന്നുണ്ട്. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓവർ അറ്റാച്ച്മെന്റോ? എന്താ പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും നയനിയും പണ്ട് മുതലേ കൂട്ടുകാരെന്ന് വെച്ചാൽ തിങ്സ് ഫ്രണ്ട്സ്, അതുപോലെ കൂട്ടായിരുന്നു ഞാനും നയനിയും. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു അവള്. ഇപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ആ പഴയ കുട്ടിക്കാലത്തിലേക്കാണ്. പിന്നെ ഒരു എന്തോ മനസ്സിനൊരു സമാധാനവും കിട്ടുന്നുണ്ട് അവൾ വന്നപ്പോൾ. പിന്നെ എന്തിനാണ് ഞാൻ അവളെ അകറ്റി നിർത്തുന്നത്? അത് പിന്നെ പിങ്കി വേണ്ട, പിങ്കിയുടെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട. പിങ്കി കാരണം തന്നെയാണ് സത്യമായിട്ട് ഞാനിപ്പം നയനിയുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയത്. കാരണം പിങ്കിയുമായിട്ടുള്ള ആ ഒരു അടിയും ബഹളവും ആ ഒരു അസ്വസ്ഥതയൊക്കെ മാറി കിട്ടുന്നത് സത്യം പറഞ്ഞാൽ നയനയുടെ കൂടെ കൂടുമ്പോഴാണ്. ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുക. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ തമ്മിൽ വേറെ ഒരു ബന്ധവുമില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ, അമ്മായി പറഞ്ഞതുപോലെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല, അങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല. അല്ല അതല്ല പിന്നെ നയനയുടെ മനസ്സിൽ, അവളുടെ മനസ്സിൽ എന്ത് കയറാനാ? അവളുടെ മനസ്സിലും ഒന്നും കയറുന്നില്ല. ഞങ്ങൾ ഇന്ന് നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. ഏതായാലും ഇതൊക്കെ ഇനിയിപ്പം അവളോട് പറയാൻ നിൽക്കണ്ട കേട്ടോ, അവൾക്ക് നയനയ്ക്ക് എന്തെങ്കിലും തോന്നൂല്ലോ, അതുകൊണ്ട് നയന ഈ കാര്യം അറിയണ്ട എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ലക്ഷ്മി അങ്ങ് മാറിപ്പോയിട്ട് ഇത്രയും പറഞ്ഞു കൊടുത്തു. ഏതായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മി അങ്ങ് മാറിയതും അപ്പം നയന ഇങ്ങ് ഓടി വന്നിട്ട്, എടാ എനിക്കും കൂടി ഇച്ചിരി തന്നേടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് തന്നെ ഫുഡ് ഇങ്ങനെ വാരി കഴിക്കുക. ലക്ഷ്മി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഈ കാഴ്ച കണ്ട് കണ്ണ് തള്ളി നിൽക്കുമോ, എൻ്റെ ഭഗവതി ഇത് കൈവിട്ടു പോയല്ലോ എന്നാണ് ലക്ഷ്മിയുടെ ചിന്ത. അപ്പം ലക്ഷ്മി ഓടിച്ചെന്ന് പറഞ്ഞു, മോൾക്ക് ഞാൻ വേറെ ഭക്ഷണം തരാമെന്ന് പറയുമ്പോൾ, ഹേ എനിക്ക് വേണ്ട, എനിക്ക് ഇവൻ്റെ മതി, ഇത് കഴിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ഇത് കഴിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ കളിച്ച്, ഒരു പാത്രത്തിൽ കളിച്ചല്ല, ഒരു പാത്രത്തിൽ കഴിച്ച് വളർന്നല്ലേ, ഞങ്ങൾ ഇങ്ങനെയാ, എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ. നമ്മുടെ നയനിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്കെല്ലാം അറിയാമല്ലോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഗൗതമിനെയാണ്. വീണ്ടും നമ്മുടെ ഗൗതം ഫോൺ വിളിക്കുക നന്ദേനെ ഫോൺ വിളിക്കുമ്പോൾ എവിടെ നിന്ന് നമ്മുടെ നന്ദയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഫോൺ പ്രൊഫസർ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ആ ഫോൺ എടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നന്ദയ്ക്കുള്ളത്. ഗൗതം കാലി വന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിലും അവൾ ഇങ്ങനെയാ,
അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയുടെ തലയിൽ എല്ലാ കുറ്റവും കൊണ്ട് വെക്കുകയാണ്. അപ്പം നന്ദയുടെ അവസ്ഥ അറിയില്ല കേട്ടോ നമ്മുടെ ഗൗതമിന്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ കിടന്നുറങ്ങുകയാണ്. അപ്പം റൂമിൽ കിടന്നുറങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നയന കയറി ചെല്ലാൻ തുടങ്ങുമ്പോൾ പിങ്കി അവിടെയുണ്ട്. അപ്പം പിങ്കി വന്നിട്ട് എങ്ങോട്ടേക്കാണ് കയറുന്നതെന്ന് ചോദിക്കുക. അപ്പം പിങ്കി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കൂട്ടോ, ഇവളുടെ കയറ്റം ഞാൻ ഇന്ന് നിർത്തുന്നുണ്ട്, ഇവള് കുറേ ദിവസമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ പിങ്കി നിൽക്കുന്നത്. അപ്പോൾ പിങ്കി ചോദിച്ചു നയനെ കണ്ടപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ അർജുനെ ഉണർത്താൻ വേണ്ടി പോവാ, അവനോട് പറഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വെളിയിലേക്ക് പോകാൻ. അതെന്താ അർജുനോട് പറഞ്ഞിട്ട് തന്നെ ഇപ്പം നയനയ്ക്ക് വെളിയിൽ പോകണോ? അത് ഞാൻ സമ്മതിക്കില്ല, ഇത് ഞങ്ങളുടെ റൂമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസി ഉണ്ട്, ഞങ്ങളുടെ റൂമിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പം ഓഹോ അത്രയ്ക്കായോ, ആര് പറഞ്ഞു? അല്ല ഞാൻ അർജുൻ്റെ മുറി കയറി നിർത്തുന്നുണ്ട്, പിങ്കിക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? പിങ്കിക്ക് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്, ഈ കിടക്കുന്നത് എൻ്റെ ഭർത്താവാ, എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ ഞങ്ങളുടെ റൂമിൽ ഒന്ന് കയറുന്ന കാണണമല്ലോ, നീ ഒന്ന് കയറി നോക്കടി, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് കയറി നോക്കാൻ പറഞ്ഞപ്പം ഓഹോ അത്രയ്ക്കായോ, എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് തള്ളി കയറി അങ്ങോട്ട് കയറി ചെല്ലാണ്. അപ്പോഴത്തേക്കും പിങ്കി ആണെങ്കിൽ പിടിച്ചൊരു ഒറ്റ വലി. പിങ്കി പറഞ്ഞ് പറ്റത്തില്ല, ഞാൻ നിന്നെ എൻ്റെ റൂമിനകത്തേക്ക് കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ ഞെട്ടിപ്പോയി. അപ്പം നമ്മുടെ അർജുൻ കുറേ നേരമായില്ലോ തുടങ്ങിയിട്ട്, ഇപ്പം എന്താ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, അർജുൻ്റെ റൂമിലേക്ക് നയനെ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടി വരികയും ആ ഒരു ഭാഗം കൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷം നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും കഥയുമാണ്. അതുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.